യെസ്, കേരളത്തിന്റെ കണ്ണും കാതും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ്. നടിയാക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം പുറപ്പെടുവിക്കാനിരിക്കുന്നത്. പൾസർ സുനി അടക്കം കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് ആണ് വിധി പറയുക. ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അടക്കം 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിക്കൊപ്പം കേസിന്റെ വിശദമായ വിധി പ്രസ്താവവും പുറത്തുവരും. പ്രതികൾ അല്പസമയത്തിനകം കോടതിയിൽ എത്തിക്കും. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബയും നിതിൻ സേവ്യറും വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഇനി 1 മണിക്കൂർ കൃത്യമായില്ല. 11 മണിക്ക് കോടതിയിൽ നടപടിക്രമങ്ങൾ തുടങ്ങും. ഇന്നിപ്പോൾ നേരിട്ട് വിധിയിലേക്ക് കടക്കുകയാണോ ചെയ്യുക, അതോ ഇന്ന് വിധി ഉണ്ടാവാൻ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വിധി പ്രസ്താവം മാറ്റിവെക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇന്ന് എന്തൊക്കെയായിരിക്കും കോടതിയിൽ സംഭവിക്കും? സൈഫുദ്ദീൻ, 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 10 മണി കഴിഞ്ഞു. പ്രതികളെ രാവിലെ 8:20 തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അവരെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധന അടക്കം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ പ്രതികളെ ഹാജരാക്കുക. 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ കൃത്യം നടന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 6 പ്രതികളെയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ശിക്ഷ വിധിക്കുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷ വിധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ശിക്ഷാവിധിന്മേലുള്ള വാദമായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ഈ പ്രതികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. 6 പ്രതികൾ: പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ, 3ാം പ്രതി മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഇങ്ങനെ 6 പ്രതികളാണ് ഈ കേസിലുള്ളത്. നേരത്തെ ഗൂഢാലോചനയിലടക്കം പങ്കെടുത്തു എന്ന് പറഞ്ഞിരുന്ന ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ദിലീപ് അടക്കമുള്ളവർക്കെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മതിയായ തെളിവുകൾ കണ്ടെത്താനായില്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത വരാൻ ഇന്ന് ഈ ജഡ്ജ്മെന്റ് വന്ന ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണത്താലാണ് ദിലീപ് അടക്കമുള്ളവർക്കെതിരായ ഗൂഢാലോചന അടക്കം തെളിയിക്കപ്പെടാത്തത് പോയത് എന്ന കാര്യം ഈ ജഡ്ജ്മെന്റ് വന്ന ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുക. ഏതായാലും ഈ ശിക്ഷാവിധിന്മേലുള്ള വാദമായിരിക്കും നടക്കുക. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ ശിക്ഷ വിധിക്കാനും, പ്രത്യേകിച്ച് സുരക്ഷയടക്കം മുന്നിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും പ്രതികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അടക്കം എടുത്തുകൊണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ശിക്ഷ വിധിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ദേശീയ ശ്രദ്ധയടക്കം ഉള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ശിക്ഷയായിരിക്കും കുറ്റക്കാർക്ക് വിധിക്കുക, ഈ പ്രതികൾക്ക് വിധിക്കുക എന്നത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുജ്തബ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുജ്തബ, അപ്പോൾ 11 മണിയോട് കൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുക. എന്തൊക്കെയായിരിക്കും കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ്? ഇന്ന് കോടതി 11 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കേസ് ഫസ്റ്റായിരിക്കും വിളിക്കുക. അതിനകത്ത് ഈ 6 പ്രതികൾ, ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന 6 പ്രതികൾ, ആ പ്രതികൾ കോടതിയിൽ ഹാജരാകും. അവർക്ക് പറയാനുള്ള അവരുടെ അഭിഭാഷകർ കൃത്യമായി തന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, കുറേ അധികം കാലം ജയിലിൽ കിടന്നതാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും കോടതിയിൽ ആവശ്യപ്പെടും. ഇന്ന് ഈ കേസ് വെച്ചത് തന്നെ ആ ഒരു പർപ്പസാണ്. അതായത് 2 കാര്യങ്ങളാണ്. ഈ ശിക്ഷ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ ശിക്ഷ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളതും പ്രോസിക്യൂഷന് പറയാൻ, 2 ഭാഗത്തും പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും പറയാനുള്ളത് കോടതിയിൽ പറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടിയാണ് ഇന്ന് കേസ് വെച്ചത്. അത് കേട്ട ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ശിക്ഷ എന്താക്കണമെന്നൊരു തീരുമാനം ജഡ്ജി എടുക്കുക. അതൊരു പക്ഷേ ഇന്നുണ്ടാകാം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് റിസർവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജഡ്ജ് എങ്ങനെയാണ് തീരുമാനിക്കുകയെന്ന് അറിയില്ല. എന്തായാലും 12-ാം തീയതിയിലേക്ക് ഇന്ന് കേസ് വെച്ചിരിക്കുന്നു. നോ ഫർദർ അഡ്ജേൺമെൻറ്റ് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് അവർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവരുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഒരു 11 മണിക്ക് മുമ്പ് തന്നെ എത്തും. 11 മണിക്ക് കോടതി തുടങ്ങുമ്പോൾ ചേംബറിലാണ് ജഡ്ജി ഉണ്ടാവുക. നേരത്തെ തന്നെ ജഡ്ജി എത്തും. ഒരുപക്ഷേ ഇപ്പോൾ ജഡ്ജി എത്താറായിട്ടുണ്ട്. 10:30 ആകുമ്പോഴത്തേക്ക് ജഡ്ജി ഇവിടെ എത്തും. കഴിഞ്ഞ ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഈ നിൽക്കുന്ന വഴിയിലൂടെ വളരെ വേഗത്തിൽ പ്രസന്നവതിയായ ജഡ്ജി ഹണി എം വർഗീസ് വരുന്നു. അവർ കുറേയധികം ആളുകളെ വിഷ് ചെയ്യുന്നു. നേരെ ചേംബറിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് നേരെ കോടതി ബെഞ്ചിലേക്ക്, അവരുടെ ഡെസ്കിലേക്ക് വരികയും ഡയസിൽ നിന്ന് ഫസ്റ്റ് ഐറ്റമായി കേസ് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്ന് ശിക്ഷാവിധി സംബന്ധിച്ച വാദം എന്തായാലും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെൻഡിംഗ് ആണ്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. 7, 8, 9, 10 ഈ 4 പ്രതികളെയാണ് ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അവരെ വെറുതെ വിടുന്നതിലേക്ക് നയിച്ച പ്രോസിക്യൂഷൻ്റെ വാദവും അതോടൊപ്പം തന്നെ ഡിഫൻസ് വാദവും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് എല്ലാവരും തന്നെ നോക്കുന്നതാണ്. പ്രത്യേകിച്ച് നേരത്തെ തുടക്കത്തിൽ നിതിൻ സൂചിപ്പിച്ചതുപോലെ
ഇതിനകത്ത് ഒരു രാജ്യശ്രദ്ധയെ ആകർഷിച്ച ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് പല തലത്തിൽ ഇതിനെ അവലോകനം ചെയ്ത് ഇപ്പോഴും ചർച്ചകൾ സജീവമാണ്. ജഡ്ജിയെ തന്നെ നേരിട്ട് ആക്ഷേപിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ കണ്ടു. കോടതിയുടെ വിശ്വാസ്യത പോയി എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ കണ്ടു. പല പ്രമുഖർ തന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി വേർതിരിഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ ഇതിനേക്കൊക്കെ നയിച്ചത് എന്തായിരുന്നു ആ ജഡ്ജിന്റെ ഫൈൻഡിങ്സ് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനം എല്ലാവർക്കും അത് റെഫർ ചെയ്യാൻ ശിക്ഷാവിധി ഈ ജഡ്ജ്മെന്റ് വന്ന ശേഷം അത് വായിച്ച ശേഷമായിരിക്കുമല്ലേ സർക്കാർ അപ്പീലടക്കം പോകുന്ന കാര്യങ്ങളടക്കം തീരുമാനിക്കുക. അത് ഞാൻ പറഞ്ഞത് ആ ശിക്ഷാവിധി പകർപ്പ് ലഭിച്ചാൽ അതിനകത്ത് എന്താണ് കാര്യങ്ങൾ, അതിനകത്ത് വസ്തുതാപരമായ പിഴവുകളുണ്ടോ, അതല്ല ജഡ്ജ് ക്രിമിനൽ പ്രൊസീഡിങ്സ് പ്രകാരം കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം അതിനകത്തുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ശിക്ഷാവിധി ഉണ്ടായാൽ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ആ ശിക്ഷാവിധിയും വാദം കഴിഞ്ഞതിന് ശേഷം വിധിയും അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ ഈ വിധിയുടെ പകർപ്പും പുറത്തു വരുമെന്നാണ്. അതല്ല ഇനി ഒരുപക്ഷെ വേറൊരു ദിവസത്തേക്ക് വന്നുകൂടായില്ല. നമുക്ക് ജഡ്ജ് എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഇത് കൃത്യമായി തന്നെ റെഫർ ചെയ്യും. അതിനകത്തുള്ള പിഴവുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പഠിച്ച ശേഷമായിരിക്കും അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പി രാജീവ് അത് സംബന്ധിച്ച മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ വിധി പകർപ്പ് കൂടി പുറത്തു. ഈ പ്രതികൾക്ക് നേരെ ചുമത്തിയിരിക്കുന്ന എല്ലാ വകുപ്പും ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്ക് നേരെ ചുമത്തിയിട്ടുള്ളത്? വിവിധ കുറ്റപ്പം, തട്ടിക്കൊണ്ടുപോവുക, കൂട്ടബലാത്സംഗം ചെയ്യുക അടക്കമുള്ള വിവിധ കുറ്റങ്ങൾ ഇവർക്കത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്? ഇതിൽ ഏതൊക്കെ ശിക്ഷകളാണ്? പരമാവധി ശിക്ഷ എത്ര വർഷം വരെ ലഭിക്കാനാണ് സാധ്യത? ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം 376 ഡി എന്ന് പറയുന്ന ഉപവകുപ്പാണ്. 376 തന്നെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്, പീഡന കുറ്റമാണ്. അതിൽ ഡി എന്ന് പറയുന്ന വകുപ്പ് കൂട്ടബലാത്സംഗമാണ്. അതിന് കുറേയധികം ശിക്ഷയുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് 120B ഈ ഒരു ക്രിമിനൽ പദ്ധതി ഇങ്ങനെ ആസൂത്രിതമായി ഒരു ആറാളുകളാണല്ലോ ഈ കുറ്റകൃത്യത്തിൽ ഇപ്പം നേരിട്ട് പങ്കെടുത്തതായി തെളിയുകയും അവർക്കാണല്ലോ ശിക്ഷ വിധിക്കുകയും ചെയ്തത്. 120B എന്ന് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഒപ്പം തന്നെ സ്ത്രീയുടെ മാനത്തെ ഭംഗം വരുത്തൽ, സ്ത്രീയുടെ അന്തസ്സിന് കളങ്കം വരുത്തൽ ഉൾപ്പെടെയുള്ള 354 വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ദൃശ്യങ്ങൾ പകർത്തുകയും സ്വകാര്യതയുടെ ലംഘനം ഉൾപ്പെടെയുള്ള IT ആക്ടിലെ 66E ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 20 വർഷം കഠിന തടവിന് ശിക്ഷ വിധിക്കാനുള്ള വകുപ്പുകളുണ്ട്. 376D ഒക്കെ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായും അത്രയധികം വകുപ്പുകളുണ്ട്. ഒപ്പം തന്നെ മാക്സിമം പോവുകയാണ്, പരമാവധി പോവുകയാണെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാനുള്ള അത്രയും കുറ്റങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ നമ്മൾ മനസ്സിലാക്കുന്ന അജുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് കുറ്റകൃത്യത്തിൽ 10 പേർക്കും കൃത്യമായി തന്നെ പങ്കുണ്ട്, അതുകൊണ്ട് അവരെ മുഴുവൻ ശിക്ഷിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കഴിഞ്ഞ 7-8 വർഷത്തോളം വാദിച്ചിരുന്നത്. അത് പക്ഷേ കോടതി 6 പേരിലേക്ക് ചുരുക്കി. ഇപ്പോഴുള്ള 6 പേർക്കും അവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ പല പ്രതികളും നേരത്തെ ദീർഘകാലം റിമാൻഡ് പ്രതികളായി കഴിഞ്ഞ ആളുകളാണ്. പൾസർ സുനി 7 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അത്രയും കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി പോകാനുള്ള സാധ്യതയുണ്ടോ? ശിക്ഷ ഇളവ് എന്ന് നമുക്കതിനെ പറയാൻ കഴിയില്ല. ഇത് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പൾസർ സുനി ജയിലിൽ കടന്നത് 7 വർഷത്തിലധികം സമയമുണ്ട്. റിമാൻഡ് തടവുകാരനായി കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തടവിൽ കഴിഞ്ഞത് 7 വർഷത്തിന് മുകളിലാണ്. അത്രയില്ലെങ്കിലും മറ്റു പ്രതികളും ചില ആളുകളൊക്കെ 4-5 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ലഭിക്കുമ്പോൾ അവരുടെ റിമാൻഡ് കാലാവധി കൂടി ഇതിനകത്ത് പരിഗണിക്കപ്പെടും. അത്രയും തടവ് ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ബാക്കി അനുഭവിച്ചാൽ മതി. പക്ഷെ കോടതി അതിനകത്ത് അതുള്ളത് കൊണ്ട് ഒരു ഇളവ് എന്ന് പറയില്ല. കോടതി കൃത്യമായി തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും, 20 വർഷം തടവ് അല്ലെങ്കിൽ ഒരു ജീവപര്യന്തം തടവ് എന്ന് പറയുമ്പോൾ ജീവപര്യന്ത തടവിന് പ്രത്യേകിച്ച് കാലാവധിയൊന്നുമില്ല. പക്ഷേ അത് കഠിന തടവ് എന്നൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇപ്പോഴുള്ള ഈ അനുഭവിച്ച കാലയളവ് കൂടി പരിഗണിക്കപ്പെടും. പ്രത്യേകിച്ച് ഈ പരോൾ ഉൾപ്പെടെയുള്ള കാലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന ആളുകൾക്ക് 12-14 വർഷത്തിനൊക്കെ ശേഷം അവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായും ഈ 7 വർഷം അല്ലെങ്കിൽ 5-6 വർഷമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാലയളവ് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് ഇനിയിപ്പോൾ ശിക്ഷിക്കപ്പെടാത്ത ബാക്കി ആളുകൾ, പൾസർ സുനിയുടെ കാര്യം അല്ലാത്ത മറ്റാളുകൾ, പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരും ഇതേപോലെ കടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ പൾസർ സുനി കുറെ കൂടി ഇതിനകത്ത് ഏറ്റവും പ്രൈം വിറ്റ്നസ് ആണ്, പ്രൈം അക്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പൾസർ സുനിയുടെ ശിക്ഷ തന്നെ മറ്റു ആളുകൾക്ക് കിട്ടുമോ എന്നൊരു കാര്യത്തിൽ നമുക്ക് തീർപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ എല്ലാവർക്കും സമാനമായ കുറ്റങ്ങളുണ്ട്. ആ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിന് ഗൂഢാലോചന ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ട്. 2 ആളുകൾ അപ്പുറവും ഇപ്പുറവും നടിയുടെ വാഹനത്തിൽ കയറി ലോക്ക് ചെയ്ത് അവരെ അന്യായമായി തടങ്കിൽ വെച്ചിട്ടുണ്ട്.
അത്തരത്തിലുള്ള വകുപ്പുകൾ എല്ലാവർക്കും എതിരെ തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനത്തെ അകമ്പടി പോയിട്ടുണ്ട്. ഈ വടിവാൾ സലീം ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യത്തിന് പ്രേരണ നൽകിയിട്ടുണ്ട്. മാത്രമല്ല മാർട്ടിൻ, വാഹനമോടിച്ച മാർട്ടിൻ്റെ അതിബുദ്ധി, ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊരു രൂപത്തിലാണ് തുടക്കത്തിൽ മാർട്ടിൻ ഉണ്ടായത്. പിന്നീട് ലാലിനും PT തോമസിനും ഒക്കെ സംശയം തോന്നിയാണ് ആ കേസിനകത്ത് പ്രത്യേകമായി തന്നെ അവരെ ചോദ്യം ചെയ്യുക, ആദ്യം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. ആ തരത്തിൽ എല്ലാവർക്കും ഇതിനകത്ത് കൃത്യമായ റോളുണ്ട് എന്ന് പ്രോസിക്യൂഷന്റെ തെളിവുകൾ, വാദങ്ങൾ ഒക്കെ പരിഗണിച്ച് കോടതി തന്നെ അത് ഫൗണ്ട് ഗിൽറ്റി എന്ന് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ കഠിനമായ ശിക്ഷയുണ്ടാകുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാകും. പ്രത്യേകിച്ച് പൾസർ സുനി ഇതിനകത്ത് മുഖ്യ സൂത്രധാരനും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും പ്രഥമ ബുദ്ധി കേന്ദ്രം, അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യുക മാത്രമല്ല അത് നേരിട്ട് നടപ്പാക്കി എന്നുള്ള നിലയ്ക്ക് പൾസർ സുനിയുടെ കാര്യത്തിൽ എന്താണ് കോടതി പറയുക എന്നതുകൂടി ശ്രദ്ധേയമാണ്. സൈഫുദ്ദീൻ, അങ്ങനെയാണ്. അതായത് രാജ്യം ശരി, നിതിൻ തുടരുക. പ്രതിഭാഗം അഭിഭാഷകൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം.